94-ലാണെന്ന് തോന്നുന്നു UC കോളേജിൽ നിങ്ങളെല്ലാവരും പഠിച്ചിരിക്കുമ്പോഴാണ് അവിടെ നിന്ന് സത്താറിന് അശ്വമേധം അങ്ങനെ ഒരു പടത്തിൽ അഭിനയിച്ചെന്ന് തോന്നുന്നു, ചെറുപുഷ്പം ഫിലിംസിൻ്റെ. ആദ്യമായിട്ട് അഭിനയിച്ചുകൊണ്ട് സത്താർ അങ്ങനെയാണ് ഫീൽഡിൽ വരുന്നത്. UC കോളേജിലെ MA-ക്ക് അവസാന വർഷം പഠിക്കുന്നുണ്ടായിരുന്നു അവിടെ. ഞാൻ 71-ൽ ഞാൻ സത്താറിൻ്റെ ഒരു വർഷം സീനിയറായിരുന്നു. അപ്പോൾ ഞാൻ 71-ൽ അവിടെ 72-ലാണ് അവിടുത്തെ ഒരു ഇന്റർ കോളേജ് മത്സരങ്ങൾ ഈ UC കോളേജ് ക്യാമ്പസിൽ വെച്ചുണ്ടായത്. അന്ന് പിന്നെ പ്രമുഖരാരെങ്കിലും ഉണ്ടായിരുന്നു കോളേജിൽ? അന്ന് കോളേജിൽ ഈ കൊച്ചിൻ ഹനീഫയും സത്താർ മാത്രമേ ഉണ്ടായിരുന്നു. അന്നത്തെ സൗഹൃദങ്ങളൊക്കെ ഇപ്പോഴും പഴയ സഹപാഠികളൊക്കെ വിളിക്കാറുണ്ടോ, അല്ലെങ്കിൽ അങ്ങോട്ട് തിരിച്ചു വിളിക്കാറൊക്കെ ഉണ്ടോ, കാണാറുണ്ടോ? UC കോളേജിൽ പഠിച്ചവരും ഞാൻ പഠിച്ചത് എൻ്റെ ഡിഗ്രി കഴിഞ്ഞത് സെയിൻറ്റ് ആൽബർട്ട്സിലാണ്. ഞാൻ പ്രീ ഡിഗ്രി പറഞ്ഞ പോലെ 66 തൊട്ട് 68 വരെ പ്രീ ഡിഗ്രിക്ക് കൊച്ചിൻ ഹനീഫായിട്ട്. അത് 71-ൽ ഞാൻ അവിടുന്ന് ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രാജഗിരിയിൽ കളമശ്ശേരിയിൽ ഞാനൊരു DSS എന്ന് പറഞ്ഞ കോഴ്സ് ചെയ്യാൻ പോയിരുന്നു, ഡിപ്ലോമ ഇൻ സോഷ്യൽ സർവീസ്. അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഒരു ഇന്റർ കോളേജ് മത്സരത്തിന് ഞാൻ UC കോളേജിൽ ചെല്ലുന്നത്. ഞാൻ UC കോളേജിൻ്റെ സ്റ്റുഡൻ്റ് അല്ല, ഞാൻ രാജഗിരിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ UC കോളേജിൽ പോയിട്ട് അന്ന് ഇന്റർ കോളേജ് മത്സരത്തിൽ മത്സരിച്ചത്. സിനിമയിൽ അഭിനയിച്ചതും കൂടുതൽ പെട്ടെന്ന് ആൾക്കാരെ തിരിച്ചറിയാനൊക്കെ എളുപ്പം ഇത് തന്നെയായിരുന്നു, സീരിയൽ തന്നെയായിരുന്നു? ഏറ്റവും കൂടുതൽ സീരിയൽ. അതായത് എനിക്ക് തോന്നുന്നു ഞാനത് ഈ 77-ൽ സിനിമ അഭിനയം തുടങ്ങിയിട്ട് ഈ 93-94 എന്തോ ആണ് ഈ സ്ത്രീയെ അങ്ങനെയാണ് അഭിനയിക്കുന്നത്. അത്രയും കാലം സിനിമ അഭിനയിച്ചെങ്കിലും ആർക്കും മനസ്സിലാകാത്ത അത്രയും അതിലേറെ റിക്കഗ്നിഷൻ ഒരൊറ്റ സീരിയലിലാണ് കിട്ടിയത്. ആ സീരിയലിൽ ചെയ്തു പറഞ്ഞാൽ ഇവിടെ മാത്രമല്ല, ഇവിടുന്ന് പുറത്തു പോയ അവസരങ്ങളിൽ 1-2 പ്രാവശ്യം ഞാൻ ഇന്ത്യക്ക് വെളിയിൽ ഞാൻ പോയിട്ടുള്ള സമയങ്ങളിൽ ഈവൻ ചിക്കാഗോയുടെ സ്ട്രീറ്റിൽ വെച്ച് പോലും മലയാളികൾ ഈ സീരിയലിൽ മനസ്സിലാക്കുകയും അവർ പലരും ഉച്ചയ്ക്ക് വീട്ടിൽ ഊണ് കഴിക്കാൻ വരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പലരും പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്ത് അനുഭവിക്കുന്നുണ്ടായിട്ടുണ്ട്. അത് സിനിമ അഭിനയിച്ചിട്ട് പോലും ഒരു മനുഷ്യന് അത്ര അറിഞ്ഞിട്ടില്ല. അപ്പോൾ സീരിയലിൽ ഓഫ് കോഴ്സ് ഈ പൊതുവേ ഏറ്റവും അധികം ആളുകളുടെ മനസ്സിലേക്ക് പതിയുന്നതും ഏറ്റവും അധികം ആളുകൾ പെട്ടത്, അതായത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴല്ലേ റിസൾട്ട്. ഒരു സിനിമയിൽ പോയി എന്ന് പറഞ്ഞാൽ ആളുകൾ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് മനസ്സിലാക്കി, അതല്ലെങ്കിൽ വേറെ ആളോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ എല്ലാ ആളുകൾ അറിഞ്ഞറിഞ്ഞ് വരുള്ളൂ. ഇതങ്ങനല്ല, ഈ മലയാളികളുടെ എല്ലാ വീട്ടിലും ഒരേ സമയത്ത് ഇതിൻ്റെ ടെലികാസ്റ്റ് നടക്കുകയല്ലേ, അപ്പോൾ പെട്ടെന്നായിരിക്കും റിസൾട്ട്. അതാണ് സിനിമയും സീരിയലുമായിട്ടുള്ള വലിയൊരു വ്യത്യാസം. തീർച്ചയായിട്ടും സീരിയലാണ്. പക്ഷേ കൂടുതൽ നല്ല റെക്കഗ്നിഷൻ കിട്ടാനായിട്ട് നല്ല പടങ്ങളിൽ നല്ല ക്യാരക്ടർ ചെയ്താലാണ് ഇതിലും കൂടുതൽ റെക്കഗ്നിഷൻസ് നമുക്ക് കിട്ടുന്നത്. അത് വേറെ കാര്യം. ആരാധകർ നമ്മളെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ? അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്നതോ? ഇല്ല, അങ്ങനെ സന്തോഷം തോന്നിയ അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? സന്തോഷം തോന്നിയ അവസരങ്ങൾ ധാരാളം ഉണ്ട്. ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് എവിടെ വെച്ച്? ആദ്യമായിട്ട് എങ്ങനെ? ഒരാൾ സിനിമയിലോ സീരിയലിലോ കണ്ടിട്ട് നമ്മളറിയാത്ത ഒരാൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞത് എവിടെ വെച്ച് ഓർക്കുന്നുണ്ടോ? അത് പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിക്കുന്നില്ല. പക്ഷെ എന്നാൽ തന്നെ അത് ധാരാളം ആളുകൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് വഴിക്ക് പോകുമ്പോൾ കൂടുതലും നല്ല പരിചയമുണ്ടല്ലോ. അച്ചായൻ തിരുവല്ലക്കാരനാണോ, അല്ലെങ്കിൽ തിരുവനന്തപുരത്താണല്ലേ വീട്, അല്ലെങ്കിൽ ആലപ്പുഴയിൽ ഇപ്പോൾ കാണുന്നില്ലല്ലോ, ഇപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള സംസാരങ്ങൾ. അത് കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് പ്രശ്നമാണ്, ഇത് സിനിമ സീരിയൽ കണ്ടുള്ള ഒരു പരിചയത്തിലാണ് ഈ പറയണതെന്ന് നമുക്ക് മനസ്സിലാവണല്ലോ അവർക്ക്. അതെ. അതുപോലെ തന്നെ പഴയകാല മലയാള സിനിമകൾ ഇപ്പോൾ ജയനോടത്തൊക്കെ അല്ലേ? തീർച്ചയായിട്ടും ഇരുമ്പഴികളൊക്കെ ജയനുള്ളതായിരുന്നു. ഇരുമ്പഴികളിൽ ജയനുണ്ട്, പിന്നെ അങ്കക്കുറിയിലെ ജയനുണ്ട്. കണ്ടിട്ടുണ്ടോ അതൊക്കെ ആ സിനിമകളിൽ? അപ്പോൾ അതിൽ ജയനുമായിട്ട് അങ്കക്കുറിയിലൊക്കെ ഒരു സ്റ്റണ്ട്, പിന്നെ അതല്ലെങ്കിൽ അടിമച്ചങ്ങലയിലെ വിഷ്ണുവർദ്ധനായിട്ടൊരു സ്റ്റണ്ട്, ഇരുമ്പഴികളിലെ മറ്റേ നസീർ സാറ് കൊണ്ടുപോയിട്ട് സ്റ്റേഷനിലിട്ട് കുറേ പ്രഹരിക്കുന്ന കുറേ രംഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പഴമൊക്കെ കാണുമ്പോൾ നമുക്ക് അതൊക്കെ പിന്നെ ഒരു സന്തോഷമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് എനിക്കൊരു 77 തൊട്ട് ഇതുവരെ ഈ 2011 വരെ എല്ലാ വർഷങ്ങളിലും എനിക്ക് സിനിമ ഉണ്ടായിട്ടുണ്ട്.
ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സിനിമ പൊതുവായിട്ട് എനിക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ 77 എന്ന് പറയുമ്പോൾ എനിക്കൊരു 27 വയസ്സുണ്ടത്. ആ 27 വയസ്സ് തൊട്ട് ഇന്നുള്ള പ്രായം വരെ എൻ്റെ രൂപവും ആകൃതിയും പ്രകൃതിയും പെരുമാറ്റവും എല്ലാം എനിക്ക് ഇപ്പോഴും ആ പടങ്ങൾ പല പടങ്ങൾ കണ്ടാൽ ഓരോ കൊല്ലത്ത് ഓരോ പ്രായം അനുസരിച്ചുള്ള എന്നെ എനിക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം. നമ്മൾക്ക് കാണാൻ പറ്റാത്തൊരു സംഭവം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 27 വയസ്സിലെ ഫോട്ടോ കാണാൻ പറ്റും ഒരാൾക്ക്, അല്ലെങ്കിൽ 28 വയസ്സിലെ ഫോട്ടോ, അല്ലെങ്കിൽ 30 വയസ്സിലെ ഫോട്ടോ, അല്ലെങ്കിൽ 50 വയസ്സിലെ ഫോട്ടോ കാണാം. പക്ഷേ 50 വയസ്സിലുള്ള അയാളുടെ പ്രവൃത്തി, അയാളുടെ ആ നടപ്പ്, രൂപം, അത് എല്ലാം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 27-ാമത്തെ വയസ്സ് തൊട്ട് ഇന്ന് വരെ ഈ 2011 വരെ എനിക്കത് എന്നെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം. 34 വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമാ രംഗത്തെത്തി ചെറുതും വലുതുമായ ഒട്ടേറെ വേഷങ്ങൾ കൈകാര്യം ചെയ്ത ശ്രീ ജോസിൻ്റെ ഒരുപാട് നല്ല വിശേഷങ്ങളാണ് നാം ഈ എപ്പിസോഡിൽ കേട്ടത്. തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.